നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ടുള്ള സാരീസ് ആണ്, സിംഗിൾ പീസസ് ആണ്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്, ഇതെല്ലാം സിംഗിൾ പീസ്. മെജോറിറ്റി വളരെ ചുരുക്കം എണ്ണത്തിന് മാത്രമേ ഇന്ന് കാണിക്കുന്ന ഒറ്റ ഒരെണ്ണത്തിന് പോലും ഒന്നിലധികം പീസസ് ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഇത് എന്നാന്നറിയോ എടുത്തെടുത്ത് പറയുന്നത്, പലപ്പോഴും ഒരു ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇത് കാണിച്ചതല്ലേ ഉള്ളൂ, ഇപ്പോഴങ്ങ് കാണിച്ചതല്ലേ ഉള്ളൂ എന്ന്. നമുക്കത് തീർന്നു പോകുന്ന അത് ഒറ്റ പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് തീർന്നു പോകുന്നത്. എപ്പോഴും പരാതി പറയുന്നത് കേട്ടുകൊണ്ട് എടുത്തു പറയുന്ന കേട്ടോ. ഇത് നമ്മുടെ സെമി ജൂട്ട് വരുന്ന സാരി. ഈ സാരിയുടെ വേറെ ഡിസൈൻ, ഈ സെയിം ഡിസൈൻ അല്ല, ഇങ്ങനെ എനിക്ക് തോന്നുന്നു സിക്സ് ആഗ് പോലെ, മീൻസ് ലഹരിയ ഡിസൈൻ പോലെ ഇങ്ങനെ അങ്ങനെ ഒരു ഡിസൈൻ ആയിരുന്നു നേരത്തെ ക്ലിയറൻസ് സെയിലിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് ആ സാരി ക്ലിയറൻസ് സെയിലാന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എല്ലാവരും. എന്നിട്ട് അത് കിട്ടാഞ്ഞിട്ട് ഒത്തിരി നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ വീഡിയോ കണ്ടു വന്നപ്പോഴത്തേനും തീർന്നു പോയി. അപ്പൊ ആ സാരി ആ ഡിസൈൻ വ്യത്യാസമായിരുന്നു. ആ സെയിം സാരിയാണ് ഇത്. ഇതിന്റെ കളർ ഉണ്ടല്ലോ, ഒരു എന്താ കളറാ, ബ്രൗൺ അല്ല, ഒരു ഗ്രേപ്പിന്റെ ഒക്കെ ഒരു ഗ്രേപ്പും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആട്ടോ. നല്ലൊരു പേസ്റ്റൽ കളറാണ്. എന്നിട്ട് സിൽവർ വീവിങ് ആണ് ബോർഡർ ആയിട്ടും ബൂട്ടയായിട്ടും പോയിരിക്കുന്നത്. സെമി റോസ് സിൽക്കാണ് സ്റ്റഫ്. കണ്ടോ, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മുന്താണിയാണ്, നല്ല ഭംഗിയാണ്. മുന്താണി ഒന്ന് ഞാൻ കാണിച്ചു തരണം. ഇത് കണ്ടോ, ഇത് കണ്ടോ, നല്ല ഇതെല്ലാം വീവിങ് ആണേ. നല്ലൊരു ഡാർക്ക് എന്താ പറയാ, ഈ ബ്ലാക്ക് മെറ്റൽ ആ ഒരു ഇതിലുള്ള വീവിങ്. ഇത് വരും ബ്ലൗസ്. ഉണ്ടോ, ഈ ഒരു ചെറിയ ബൂട്ടാസ് വരുന്ന ബ്ലൗസ്. നല്ലൊരു കളറാണ്, നല്ലൊരു പേസ്റ്റൽ കളറാണ്. സാരി കാണാനും നല്ല ഭംഗിയാണ്. ആർക്ക് വേണമെങ്കിലും ഉടുത്താൽ നല്ല ഭംഗിയായിട്ട് ചേരും. ഇതിന്റെ റേറ്റും കൂടെ പറയാം. ഞാനേ റേറ്റ് തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് വില വെച്ചും കൂടെ നോക്കുമായിരുന്നു. ഇതിന്റെ വിലയില്ലേ, 1899. ഇപ്പോഴത്തെ റേറ്റ് 1299 കേട്ടോ. ഇതിന്റെ ആകെ 4 കളറേ നമുക്ക് ബാലൻസ് ഉള്ളൂ. 8 കളറോളം വന്നതാ, ഇനി 4 കളർ മാത്രമേ ബാലൻസ് ഉള്ളൂ. നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ. ഈ കളറൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒത്തിരി പേര് ഇതിങ്ങനെ ഇത് ഒരേ കളർ തന്നെ ചോദിച്ചോണ്ടിരിക്കും. നിങ്ങൾ ഒരു കളർ ആഗ്രഹിച്ചിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കുമെങ്കിൽ മറ്റൊരു കളർ വാങ്ങിക്കുക. പിന്നെ ഞാനൊരു കാര്യം വളരെ ഇതായിട്ട് പറയാം, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. കഴിഞ്ഞ ദിവസവും പറ്റി ഞാൻ പറയുന്നത്, ഹോൾഡ് ചെയ്ത് വെക്കണ്ട. അത് ആരാണോ ചോദിക്കുന്നത് അപ്പോൾ കൊടുക്കാൻ. ഹോൾഡ് ചെയ്ത് വെച്ചു, പണി കിട്ടി. 2000 രൂപ 3000 രൂപ വിലയുള്ള സാരീസ് അവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. കാരണം പിന്നെ എടുക്കുക അങ്ങനെ എങ്ങനെയാന്ന് പറയും, പിന്നെ അവരെ ആ വഴിക്ക് കാണത്തില്ല. അതുകൊണ്ട് നമ്മളെ ബിസിനസ് അല്ലേ നടത്തുന്നത്. നമുക്കിത് ക്ലിയറൻസ് സെയിൽ വിൽക്കുമ്പോൾ ചോദിക്കുന്നവർക്ക് കൊടുക്കാതിരുന്നിട്ടേ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതേ യെല്ലോ, നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കേട്ടോ, നല്ലൊരു യെല്ലോ. അതാണ് സാരി, നല്ലൊരു കളർ. ഇതേ വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ്. വാടാമുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാടാമുല്ലയുടെ ഷെയ്ഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഒനിയന്റെ ഷെയ്ഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഡാർക്ക് ഒനിയൻ അല്ല, ലൈറ്റ് ഒനിയൻ. അങ്ങനെ ഒരു ഇത്. ഈ ബോഡിയെ കൂടെ പോകുന്നതും ബോർഡറെ കൂടെ പോകുന്നതും മുന്താണിയും സർവ്വതും വീവിങ് തന്നെയാ കേട്ടോ. ഈ കളർ എന്നാന്നൊന്ന് പറഞ്ഞു തന്നെ. ബെയ്ജ് ബെയ്ജ് അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. നല്ല കളറാണ്. ഈ കളറൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള പേസ്റ്റൽ കളറുകളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമുള്ള, എന്ന് വെച്ചാൽ ഏത് കളർ ടോണിലുള്ളവർക്കും ചേരുന്ന. ഇതാണ് മുന്താണിയുടെ പാർട്ട് വരുന്നത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഞാൻ കാണിച്ചല്ലോ ബ്ലൗസ് ഇതേ ചെറിയ ബുട്ടാസ് വരുന്നത് ബ്ലൗസ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചപ്പം ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ സാരിയുടെ ഒരു കളറേ അല്ല. ആ സാരി ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ എന്ത് രസമാണ്, ക്രീം കളറേലാണ്. പക്ഷെ വീഡിയോയ്ക്കകത്ത് കാണുന്നത് വേറെ ഡാർക്കിഷ് കളറാണ്. അത് ഭയങ്കര എനിക്ക് വിഷമമായിപ്പോയി. ഒരു വിധത്തിൽ അത് കിട്ടുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാ ചെയ്യാനാ, ലൈറ്റിന്റെ വെട്ടത്ത് വരുമ്പോഴത്തേന് ഡയറക്റ്റ് വന്നെടുക്കുന്നവർക്ക് അത് ആ പ്രശ്നം വരത്തില്ലേ. പക്ഷെ അന്നേരത്തേനും ഇത് തീർന്നു പോകും, അത് വേറൊരു കാര്യം. ഇത് അടുത്തൊരു സാരി. ഇത് ക്രോസ് സ്റ്റിച്ച് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വിഷുവിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കൊണ്ടുപോയ ഒരു സാരിയാണ്. കാരണം ഇത് അങ്ങനത്തെ പർപ്പസ്, ഇപ്പൊ വിഷു ഓണം വരുന്നുണ്ടല്ലോ, ഓണത്തിന്റെ ഇതിന് അങ്ങനത്തെ ഗാദറിങ്സിനൊക്കെ നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. ക്രോസ് സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. മറ്റേ മൽചന്തേരിയുടെ ഫാബ്രിക് ആണ്.
ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബോർഡർ. എന്നിട്ട് ഉണ്ടല്ലോ അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞു വന്നേ. കല്യാണത്തിനാണെങ്കിലും ഇപ്പോൾ ഒരു ചർച്ച് വീടായിട്ട് അമ്പലത്തിൽ പോകാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ ഈ ഓണത്തിൻ്റെയും വിഷുവിൻ്റെ ഒക്കെ ഗാദറിങ്സിന് ഒരു ഓണത്തിന് വിഷുവിന് ഒത്തിരി ആൾക്കാർ മേടിച്ചൊരു സാരി. ഇത് കണ്ടോ, ഒന്ന് കാണിച്ച് അടുത്തൊന്ന് കാണിച്ച്. ഇങ്ങനെ വരും ഇതിൻ്റെ. ഇത് കണ്ടോ, ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഒരു പ്രിന്റിന്റെ കളറിലുള്ള മാറ്റങ്ങളാണ് ഈ സാരീസിന്റെ. ഇതിന്റെ പല കളറിലുള്ള കളേഴ്സ് ഉണ്ട്. ബ്ലൗസ് വരുമ്പോൾ ഇതാ വരുന്നത്. ഇതുണ്ടോ, പ്ലെയിൻ മൽച്ചന്തേരിയാണ് ഫാബ്രിക്. മുന്താണി പ്രത്യേകിച്ചൊന്നുമില്ല. മുന്താണി ഇങ്ങനെ ടാസിൽ വന്നിട്ട് ബോഡിയെ ഫുള്ളും ഈ താഴത്തെ ബോർഡറിന്റെ അതേ പാറ്റേണിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. എന്നാ പറഞ്ഞ ബോഡിയെ കൂടെ ബൂട്ടാസ് പോലെ. ബ്ലൗസ് കാണിച്ചല്ലോ. ഇതിന്റെ റേറ്റ് ഇല്ലേ 1599 ആണേ. 9ന്റെ കുനിപ്പുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. 1599. ഇതിപ്പം 1100. ഭയങ്കര മെമ്മറിക്കൊക്കെ ചില സമയത്തല്ലേ, എല്ലാവർക്കും ഇല്ലേ അതൊക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തെ മെമ്മറിക്കൊക്കെ എല്ലാവരും പറയുന്നത് അയ്യോ എനിക്ക് ഭയങ്കര മറവിയാന്ന്. ഞാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പുറത്തെ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറി ചെന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവേ, അയ്യോ ഞാൻ എന്തിനാ ഇപ്പുറത്ത് വന്നു, എന്തോ എടുക്കാനാണല്ലോ വന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു. ഇതൊക്കെ സ്ഥിരം കലാപരിപാടികളാണ്. എന്നിട്ട് എനിക്ക് ചില സമയത്ത് ഭയങ്കര ടെൻഷനും ആകും കേട്ടോ. എൻ്റെ പിന്നെ എനിക്ക് അത്ര മെമ്മറി വർക്കൗട്ട് ആകുന്നില്ലേ എന്നാന്നൊക്കെ ഓർത്ത്. പലവിധ കാര്യങ്ങൾ തലയിൽ കൂടെ ഓടുന്നതിന്റെ പ്രശ്നങ്ങളാണ്. ഇത് സെയിം സാരി. ഇത്ത കൊടുത്തിരിക്കുന്ന കളറ് വയലറ്റ്. മറ്റേതത്തിൽ ഒരു പീച്ചും പൗഡർ ബ്ലൂ ആയിരുന്നു. ഇത്ത വയലറ്റും പൗഡർ ബ്ലൂ. ബാക്കിയെല്ലാം സെയിം. പിസ്ത ഗ്രീൻ. ഇത് ഇവിടത്തേക്ക് കളർ എന്ന് പറഞ്ഞാൽ ഒരു സാൻഡൽ ക്രീം അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. ഇത് പിസ്ത ഗ്രീൻ കളറുള്ള ബോർഡർ. ഇങ്ങനത്തെ സാരിക്കൊക്കെ അല്ലേ നല്ല ഇപ്പൊ ഈ കളറിലുള്ള അല്ലെങ്കിൽ പേളിന്റെ ഒക്കെ പേൾ വൈറ്റ് കളറിലൊക്കെയുള്ള മുത്തുമണികളെ ധരിക്കുകയാണെങ്കിൽ സുന്ദരികളാകാമെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി. ഇത് പൗഡർ ബ്ലൂവും മസ്റ്റാർഡ് യെല്ലോയും. ഇവിടുത്തെ ബോർഡർ ഇങ്ങനെ ഇരിക്കും. ഇതാ ഇങ്ങനെ ഈ ഒരു ടെമ്പിൾ ബോർഡർ കണ്ടോ. ഓണം സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എന്നും ഒരു കാര്യമുണ്ട്. എനിക്ക് ഓണത്തിനാണേലും വിഷുവിനാണേലും ഞാൻ സെറ്റ് സാരികൾ കാണിക്കും, സെറ്റ് മുണ്ടുകൾ കാണിക്കും. എങ്കിലും അതിലെ കഴിഞ്ഞ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അന്നേരം ഉടുക്കാൻ പറ്റണം, പിന്നീട് ഉടുക്കാൻ പറ്റണം, അങ്ങനെയുള്ള സാരീസിനാണ്. എനിക്കതാ എൻ്റെ ഒരു നോട്ടോ ഇഷ്ടം. അതാ ഇത് കണ്ടോ, അടുത്ത സാരി. ഇത് മൽച്ചന്തേരിയുടെ ഫാബ്രിക്കാണ്. ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് താഴെ ചെയ്തിരിക്കുന്നു. താഴത്തെ പോർഷനാണിത്. ബോഡിയിൽ ഫുള്ള് ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിസൈനിൽ എംബ്രോയിഡറി വർക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ ഇതിന്റെ കലാപരിപാടികൾ എന്ന് പറയുന്നത്. മുന്താണിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. മുന്താണിയുടെ അവിടെ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ എണ്ണം ഉണ്ട് ഈ ഒരു വർക്കിന്. നല്ലൊരു വർക്കാണ്, നല്ലൊരു ഫിനിഷിംഗ് ആണ്. ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ചന്ദന കളർ. അതാണ് പേൾ വൈറ്റ്, അങ്ങനത്തെ ആ കളറാണ്. പേൾ വൈറ്റ് അല്ല കേട്ടോ, ചന്ദന കളറോ സാൻഡൽ ഷെയ്ഡാ. പിന്നെ ഇതിനുണ്ടല്ലോ ഒരു ചെറിയ ഗോൾഡൻ സെറി ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ഈ ഒരു കുഞ്ഞു സെറി വരുന്ന ഇഷ്ടമാണോ? എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടം. ഇതിനൊരു പ്രത്യേക ഒരു ഭയങ്കര, എനിക്ക് ചെറിയ പ്രായത്തിൽ തൊട്ടേ ഉള്ളത് അങ്ങനത്തെ ഒരു കുഞ്ഞു സെറിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൗസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലൗസ് ഉണ്ട്, പ്ലെയിൻ ആണ്. ഇത് സെറി മാത്രം. ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസുകളൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാ. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ എവിടെ വേണം, ഏത് ഒക്കേഷൻസിലും നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടണം, ഓണത്തിന്റെ ഗാദറിങ്സിന് ഇടണം, അങ്ങനെ ഇടാം. വില പറയും. വില 999 ആണ്. നേരത്തെ വില 1599. മൽച്ചന്തേരി എംബ്രോയിഡറി വർക്ക് വിത്ത് സെറി. ആ ഒരു ഡിസൈൻ ഇല്ലേ ഇപ്പൊ കണ്ടേ, അതിന് ഡിസൈൻ വ്യത്യാസം അത്രേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ബാക്കി എല്ലാം സെയിം ആണ്. മുമ്പത്തെ പൂവിന്റെ ഡിസൈൻ കൊടുത്തിരുന്ന വേറൊരു ഡിസൈൻ, ഇതിന് വേറൊരു ഡിസൈൻ. അതുകൊണ്ട് സാരി ഒരു വ്യത്യാസവും ഇല്ല. മൂന്നും ഒരു സാരി എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈൻ കിട്ടിയില്ല മറ്റു ഡിസൈൻ ചോദിച്ചോ. പക്ഷെ എല്ലാം ഒറ്റ പീസേ ഉള്ളൂ. ദാ ഉള്ളം തോന്നുന്നു. ചിലതിന് വളരെ ചുരുക്കം ഉള്ളതിന് ഒന്നിലധികം പീസ് ഉണ്ട്. അടുത്ത ഡിസൈൻ ഇത്. ഓക്കെ, ഒന്ന് കട്ട് ചെയ്ത്. ഇത് ബനാറസിയുടെ ഒത്തിരി ഡിമാൻഡുള്ള ഒരു സാരിയാണ്. ഓണക്കാലത്തും വിഷുക്കാലത്തും ഒക്കെ ഇട്ടു. ഇതിന്റെ ഈ പറഞ്ഞ പോലെ സിംഗിൾ പീസസേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കാണിച്ച എല്ലാവർക്കും ഓർമ്മ കാണും. ഇതിന്റെ കുറെ കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ബോഡിയുടെ സ്ഥാനത്ത് മെറൂണ്, അങ്ങനെ പല കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു.
കഴിഞ്ഞ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇടയ്ക്ക് കാണിച്ചതല്ല, അത് വേറെ, അത് സ്റ്റഫ് വ്യത്യാസം ഉണ്ടായിരുന്നു. മോഡൽ ഇത് സെയിം എപ്പോഴും കാണിക്കുന്ന എല്ലാവരും ഏത് കാലത്ത് എപ്പോൾ കാണിച്ചാലും എല്ലാവർക്കും ഇത് വേണം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു മാംഗോ ഡിസൈൻ ബനാറസി ബോർഡർ വരുന്ന നല്ല ഭംഗിയുള്ള സാരി. ഫുൾ ബനാറസിയാണ്, ടിഷ്യൂ ബനാറസി, സോഫ്റ്റ് ആണ്. അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിനുള്ള മതിപ്പും ഉണ്ട് കേട്ടോ. മുന്താണി കാണാൻ എന്നാ രസമാണെന്ന് നോക്ക്. ഇച്ചിരി അടുപ്പിച്ചു കൊണ്ടുപോകാം, അകന്നു കൊണ്ടുപോകാം, അത് അടുപ്പിച്ചു കൊണ്ടുപോകാം. അതിനെ അങ്ങോട്ട് ഒപ്പിയെടുക്കുക. അത് എത്രയോ കഷ്ടപ്പെട്ട് ഓരോ വീവേഴ്സ് ഇരുന്ന് ചെയ്തെടുത്ത സാധനം. അപ്പം നമ്മൾ അതിനെ ഒട്ടും കുറച്ച് കാണിക്കരുത്. അത്രയും അകത്തിയൊക്കെ കാണിച്ച് അങ്ങനെ ശരിയാന്ന് ഒന്ന് അടുപ്പിച്ചേ. കളർ മാറുമോ? ആ അല്ല, കളർ മാറിയാൽ പോലും ആ ഒരു സ്റ്റഫ്, ആ ഡിസൈൻ എടുത്ത് കാണാം. കളർ നിങ്ങൾ നോക്കരുത്, കളർ അകന്ന് നിൽക്കുമ്പോഴത്തെ കളറാ, അടുത്ത് നിൽക്കുമ്പം കളർ മാറുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാവുന്ന, എല്ലാവരും സാരി ഉടുക്കുന്ന ആൾക്കാരല്ലേ. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ബ്ലൗസ്. ഞാൻ രസമാണോ, ഇനി ഞാൻ ഈ സാരി എടുത്താലോ എന്ന് ആലോചിക്കുക. എപ്പോഴും വരുന്നതാണേലും അയ്യോ ഒരു പ്രാവശ്യം ഞാൻ ഈ സാരിക്ക് ഇവിടെ ഷോപ്പിലെ എന്തോ പ്രോഗ്രാമിന്, അപ്പൊ എനിക്ക് തോന്നി ക്രീമിന്റെ ഇട്ടിട്ട് മെറൂൺ ബോർഡർ ഇട്ടണമെന്ന്. ഒരിടത്തും കിട്ടിയില്ല, നമ്മുടെ ഷോപ്പിലും ഇല്ല. എനിക്ക് അങ്ങ് സങ്കടം കൂടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ സാരി. ഇതാണ് ബോർഡർ. ഇതിന്റെ വിലയില്ലേ, ഡിസ്കൗണ്ട് റേറ്റ് ആണ്, ഒറ്റ പീസേ ഉള്ളൂ. 3,690. ഇപ്പോഴത്തെ വില 2,690. പ്യുവർ ബനാറസി ബോർഡർ, ബനാറസി എല്ലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാരി. അടുത്ത സാരിയില്ലേ, ഇത് നിങ്ങളൊക്കെ കണ്ടിട്ട് കാണും. ഞാനിത് ഡിസ്കൗണ്ട് റേറ്റ് കാണിച്ച കാന്താവർക്ക് ചെയ്ത മൽചന്തേരി ഫാബ്രിക് വരുന്ന നല്ലൊരു സാരി. ഈ സാരി ഞങ്ങൾക്ക് എന്തോരം വിറ്റിട്ടുണ്ടോ, ആകെ ഇനി 2 കളറും കൂടെ ഉള്ളൂ. ഇത് നിറച്ചും കാന്താവർക്കാണ് ചെയ്തിരിക്കുന്നത്. ബോഡിയെ ഫുള്ള് ഈ കാന്താവർക്ക്. ഇങ്ങനത്തെ വർക്ക് മുഴുവൻ മെഷീൻ വർക്കല്ല, ഹാൻഡ് വർക്കാന്നാ പറയുന്നത്. ഇതെനിക്ക് മെഷീൻ വർക്ക് ആണോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് കണ്ടിട്ടൊരു മെഷീൻ വർക്കിന്റെ ഒരു ലുക്കുണ്ട്. മെഷീൻ വർക്കാ, പക്ഷെ നല്ല പെർഫെക്ഷനാ, നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്, ആർക്ക് വേണമെങ്കിലും നല്ലപോലെ ചേരുന്ന ഒരു കളറ്. നല്ല ടാസിലൊക്കെ പിടിപ്പിച്ച് ഡിസൈനർ സാരി മോഡലിൽ ഉള്ള ഒരു സാരി. ആകെ 2 കളറേ ഉള്ളൂ. വലിയധികം ഘോരം ഘോഷിക്കേണ്ട കാര്യമില്ല. നല്ല സാരി. ഇതിന്റെ ഒത്തിരി കളേഴ്സ്, ഓനിയന്, പിങ്ക്, പിന്നെ പീച്ച് ഒക്കെ കളേഴ്സ് ഉണ്ടായിരുന്നേ, തീർന്നുപോയി. ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഡിസ്കൗണ്ടിൽ ഇറക്കി വിട്ടേക്കാം എന്ന് വിചാരിക്കുന്നത്. നേരത്തെ ഇത് വാങ്ങിച്ചവർ കാണും ഡിസ്കൗണ്ടിൽ തന്നെ. ഇത് 1899 ആണ് ഇപ്പോഴത്തെ വില, 1599. ആ മോഡൽ തന്നെ സെയിം സാരിയാണ്. ഡിസൈനിന്റെ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം. ഇതൊരു ലഹരിയ മോഡലിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. മറ്റേത് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ, ഇതൊരു ലഹരിയ മോഡലിൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും വ്യത്യാസമില്ല, സെയിമാണ്. ഉണ്ട് മുന്താണിയൊക്കെ. ഇതാ മുന്താണി കേട്ടോ. മുന്താണി വരുമ്പോൾ ഈ ഒരു നിറച്ച്, ഇത് കാന്താവർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്ന മുഴുവൻ നല്ല മെഷീൻ വർക്കാണ്. പക്ഷെ പെർഫെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് ചെയ്തതാണോ എന്ന് തോന്നും. അത്രയ്ക്ക് നല്ല മൽചന്തേരിയാണ് ഫാബ്രിക് കേട്ടോ. ഇനി അടുത്ത സാരി ഏറ്റവും എല്ലാവർക്കും പ്രിയപ്പെട്ട സാരീസ്. ഇത് ജാംദാനിയുടെ സാരീസ് ഇഷ്ടമില്ലാത്ത മനുഷ്യരില്ല. അതിന്റെ വീവിങ്ങും അതിന്റെ ഭംഗിയും, ഒത്തിരി കളറൊന്നും ഇല്ല, അതാ കാണിക്കാനുള്ള. ജാംദാനി സാരി നമുക്ക് എപ്പോഴും വരുന്നതാ. എന്നാ രസമല്ലേ, നോക്ക്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ വെയർ സാരി. ഈ കാണുന്നത് മുഴുവൻ നമ്മൾ കണ്ടാൽ തോന്നും പ്രിന്റാന്നല്ലേ തോന്നത്തുള്ളൂ, പക്ഷെ ഇത് വീവിങ് ആണ്. കണ്ടോ, വീവിങ് ആണ്, ഫുള്ള് വീവിങ് ആണ്. ഇത് നല്ല ഒരു ഗോൾഡൻ സെറി, എന്നാൽ ഭയങ്കര എടുത്ത് തെറിച്ച് നിൽക്കുന്നതല്ല, അത് കാണുകയും ചെയ്യാം. നല്ലൊരു ഭംഗിയുണ്ട്, ഓവറല്ല, എന്നാൽ ഒട്ടും ഭംഗി കുറവില്ലാത്ത ഒരു നല്ലൊരു സാരി. നല്ലൊരു യെല്ലോ ഷെയ്ഡും, അതായത് ആർക്കും നല്ല അയ്യോ ഇതൊക്കെ ഇങ്ങനെയുണ്ടല്ലോ, നമ്മൾ 1 പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പരസ്യങ്ങളൊക്കെ കാണണം. എന്താ രസം ഇതിലേക്ക് കാണണമെങ്കിൽ, എന്നാ രസമാണോ കാണാനായിട്ട്. പിന്നെ പീച്ചും ഡാർക്ക് ഗ്രീനും കൂടെ, പിസ്ത ഗ്രീനും കൂടെ കൂടി വന്നിരിക്കുന്ന ഒരു പ്രിന്റ് അല്ല, ഒരു ഡിസൈൻ ആണ്. ബോഡിയെ കൂടെ വീവ് ചെയ്തിരിക്കുന്ന ഫുൾ വീവിങ് സാരിയാണ്. എന്താണ് ഞാൻ കാണിച്ചല്ലോ. ഇനി അതിന്റെ ബ്ലൗസ്, ഇതിന്റെ ബ്ലൗസ് കാണില്ല അല്ലേ, പറഞ്ഞോ. ഇതാണ് ബ്ലൗസ്. കണ്ടോ, കയ്യലിങ്ങനെ ബ്ലൗസ് ഇതാണ്. ബ്ലൗസിന്റെ അറ്റത്ത് കയ്യെ ബോർഡർ വെക്കാനായിട്ട് ആ മുന്താണിയെ വരുന്ന ആ സെറി തന്നെ ഉണ്ട്. മൽചന്തേരിയാണ് ഫാബ്രിക്. ജാംദാനി വീവിങ്ങുമായിട്ട് മൽചന്തേരി ഫാബ്രിക് പോയിരിക്കുന്ന
സാരി വിലയില്ലേ 1699, ഇപ്പോഴത്തെ വില 1399. 1399. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. എനിക്കൊരു കാര്യം വളരെ വളരെ വിനയത്തോടു കൂടി, വളരെ താഴ്മയോട് കൂടി അപേക്ഷിക്കുക, ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ചിലർ അഡ്വാൻസ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അത് കുഴപ്പമില്ല. 50% അഡ്വാൻസ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാം, അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ലായേ. അതുപോലെ സിംഗിൾ പീസസേ ഉള്ളൂ പലതിനും, അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. വീണ്ടും ഇതിന് റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.